നമസ്കാരം. ബ്രിട്ടനിലെ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ബ്രിട്ടൻ പോയ വാരത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ: ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറെ രാജകുടുംബത്തിന്റെ പിന്തുടർച്ചാ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ പുതിയ നിയമനിർമ്മാണം. ലേബർ പാർട്ടിയിൽ ആഭ്യന്തര കലഹം. പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ സ്ഥാനം ഭീഷണിയിലാണെന്ന് റിപ്പോർട്ടുകൾ. ടെക് ഭീമന്മാർക്ക് മൂക്കുകയറിടാൻ പുതിയ നിയമം. മോശം ചിത്രങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യണം. AI സാങ്കേതിക വിദ്യയ്ക്കായി 1.6 ബില്യൺ പൗണ്ട്. ലണ്ടൻ റൈഡിന് വിരാമം. ലോകപ്രശസ്ത സൈക്ലിംഗ് മാമാങ്കം ഇനി ഓർമ്മ. UK-യിൽ മീസിൽസ് പടരുന്നു. വാർത്തകൾ വിശദമായി. ആൻഡ്രൂ മൗണ്ട് ബാറ്റനെതിരെ നിയമനിർമ്മാണം. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ മുൻ അംഗമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറെ രാജകീയ പിന്തുടർച്ചാ അവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നു. പൊതുപ്രവർത്തനത്തിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഇദ്ദേഹത്തെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് അന്വേഷണം പൂർത്തിയായാലുടൻ കോമൺവെൽത്ത് രാജ്യങ്ങളുമായി കൂടിയാലോചിച്ച് ഇതിനായുള്ള പ്രത്യേക നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെതിരെ ലേബർ പാർട്ടിയിൽ പ്രതിഷേധം. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. പീറ്റർ മാൻഡൽസനെ അമേരിക്കയിലെ ബ്രിട്ടീഷ് അംബാസഡറായി നിയമിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുന്നത്. കീർ സ്റ്റാമറുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ ഒരു വിഭാഗം MP-മാർ രംഗത്തെത്തിയതോടെ പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് ഭീഷണിയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കർശന നിർദ്ദേശം. ഇന്റർനെറ്റിലെ ദുരുപയോഗം തടയാൻ ബ്രിട്ടീഷ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു. അനുമതിയില്ലാതെ പ്രചരിപ്പിക്കപ്പെടുന്ന സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും 48 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്യാൻ ടെക് കമ്പനികൾ ബാധ്യസ്ഥരായിരിക്കും. കുട്ടികളിലെ ലൈംഗിക അതിക്രമം, ഭീകരവാദം എന്നിവ തടയുന്നതിനുള്ള അതേ ഗൗരവത്തോടെ ഈ വിഷയവും കൈകാര്യം ചെയ്യണമെന്ന് സർക്കാർ വ്യക്തമാക്കി. AI സാങ്കേതിക വിദ്യയ്ക്കായി 1.6 ബില്യൺ പൗണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ മുൻപന്തിയിലെത്താൻ ലക്ഷ്യമിട്ട് ബ്രിട്ടൻ 1.6 ബില്യൺ പൗണ്ടിന്റെ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു. 2030 ആരോഗ്യ മേഖലയിലും ഊർജ്ജരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ പദ്ധതി സഹായിക്കും. ക്യാൻസർ രോഗനിർണയം വേഗത്തിലാക്കാനും ക്ലീൻ എനർജി പരീക്ഷണങ്ങൾക്കും AI ഉപയോഗിക്കും. ലണ്ടൻ റൈഡിന് വിരാമം. ലോകപ്രശസ്ത സൈക്ലിംഗ് മാമാങ്കം ഇനി ഓർമ്മ. ലണ്ടനിലെ സൈക്ലിംഗ് പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ട് നഗരത്തിലെ ഏറ്റവും വലിയ സൈക്ലിംഗ് മേളയായ റൈഡ് ലണ്ടൻ നിർത്തിവെച്ചതായി സംഘാടകർ അറിയിച്ചു. 2026 ഈവന്റ് റദ്ദാക്കിയതിനൊപ്പം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സരം നടത്തില്ലെന്നും സംഘാടകർ വ്യക്തമാക്കി. 2012 ലണ്ടൻ ഒളിമ്പിക്സിന്റെ സ്മരണാർത്ഥം 2013 ആരംഭിച്ച ഈ മേളയിൽ ഓരോ വർഷവും 1,00,000-ഓളം പേരായിരുന്നു പങ്കെടുത്തിരുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ 85 മില്യൺ പൗണ്ടിലധികം സമാഹരിക്കാൻ ഈ ഈവന്റിലൂടെ സാധിച്ചിരുന്നു. സാമ്പത്തികവും പ്രവർത്തനപരവുമായ കാരണങ്ങളാലാണ് 2026 പരിപാടി റദ്ദാക്കിയത്. UK-യിൽ 5ാം പനി അഥവാ മീസിൽസ് പടരുന്നു. ബ്രിട്ടനിൽ 5ാം പനി അഥവാ മീസിൽസ് കേസുകൾ വൻതോതിൽ വർദ്ധിക്കുന്നതായി ആരോഗ്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ലണ്ടൻ, ബർമിംഗ്ഹാം തുടങ്ങിയ നഗരങ്ങളിലാണ് രോഗവ്യാപനം കൂടുതൽ. പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നതിലെ കുറവാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇതോടുകൂടി ബ്രിട്ടൻ പോയ വാരം അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.